വളരെ സന്തോഷം. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിരുവോണത്തെ ഓർക്കാൻ ഒത്തിരി പാട്ടുകൾ നമുക്കുണ്ട്. തന്നെ പറയുന്നത് സൺഡേ ആയതുകൊണ്ട് നമ്മുടെ പാട്ടുവിശേഷ ദിവസം കൂടിയാണ്. അപ്പൊ ഇന്ന് ഓണത്തെ ശരിക്കും ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്നെന്ത് ഓണം അല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഒരു സദ്യ കൃത്യമായിട്ട് പറഞ്ഞ് ഓണമുണ്ടെന്ന രീതിയിലേക്കൊക്കെ നമ്മളായി കഴിഞ്ഞു. ഞാനും ഇന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഓണത്തിൽ നിന്നൊക്കെ മാറ്റം വന്നുപോയി. അപ്പൊ നമ്മൾ ഓണത്തെ നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ഓണ സന്ദേശം നമുക്ക് വേണ്ടി തരുന്നത് നമ്മുടെ ഏറ്റവും മുതിർന്ന നമ്മുടെ മെമ്പർ പ്രിയപ്പെട്ട ഉലഹനാൻ സാറാണ്. അതുപോലെ ജോഷി സാറും കൂടെ ചേർന്ന് നൽകും. ഉലഹനാൻ സാർ, യു ആർ വെൽക്കം. വളരെ സന്തോഷത്തോടെ സാറിന്റെ ഈ പ്ലാറ്റ്ഫോമില് ഒരു ഓണ സന്ദേശം നൽകാനുള്ള ക്ഷണം ലഭിച്ചു. ഇപ്പോ വാസ്തവത്തിൽ നാം കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഓണത്തിന്റെ സന്തോഷം ആസ്വദിച്ച് ചിലപ്പോൾ ഒരു ചെറു മയക്കത്തിൽ തന്നെ ആയിരിക്കും കാര്യമായി ആസ്വദിച്ചത്. സാബു സാർ തുടക്കത്തിൽ പറഞ്ഞു, ഓണം ഹോട്ടലുകളിലേക്ക് ചേക്കേറിയോ? അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. വലിയ ഹോട്ടലുകളുടെ മുമ്പിലൊക്കെ ഇന്ന് എഴുതി വച്ചിരിക്കുന്നത് ഓണസദ്യ കോൾ, വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളൊന്ന് തമാശനൊന്ന് വിളിച്ചു നോക്കി. ഒരു 3 പേർക്ക് ഒരു 1800 രൂപയുടെ കോംബോ. ഇപ്പൊ ഒരു പുതിയ വാക്കാണ് കോംബോ. ആ കോംബോയാണ് ഞങ്ങൾ ഈ ഉറക്കെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടത് ഇതിന്റെ ചിന്തയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോംബോയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്? പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീടുകളിൽ ഒന്നിച്ചു ചേരാൻ ആളുകൾ ഇല്ലാതായി എന്നുള്ളതാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നുപോയി എന്നുള്ളതാണ്. 1 2 അല്ലെങ്കിൽ കുട്ടികൾ ചേർത്ത് 4 ഒരു അണുകുടുംബത്തിന്റെ ആകത്തുകയായി മാറിയിരിക്കുന്നു കേരളം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. വിദേശങ്ങളിലേക്ക് ചേക്കേറിയ പലർക്കും തിരിച്ചെത്താനുള്ള അസൗകര്യങ്ങൾ, കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, മുത്തശ്ശനും മുത്തശ്ശിയും, അവരെല്ലാം കൂടെ ചേർന്നാണ് ഓണമെന്ന് ഉദ്ദേശിക്കുന്നത്. ആവിർഭാവത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ലൊരു രാജാവിനെ സഹിക്കവയ്യാതെ അസൂയ കൊണ്ട് പാതാളത്തിൽ എത്തിക്കുകയും പാതാളത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ: ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ ഞാൻ എത്തിക്കോട്ടെ. ആ സമ്മതമാണ് ഇന്ന് ഓണമായി സത്യത്തിൽ നാം ആഘോഷിക്കുന്നത്. ഓണത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലൊക്കെയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം, കൊങ്ങിണി പൂക്കൾ എന്ന് പറയുന്ന ഒരു ചെറുതരം പൂക്കളുണ്ട് മുള്ളുള്ള ചെടിയിൽ. അപ്പോ വീട്ടിൽ 7 പേരുണ്ട്. അന്ന് ആ 7 പേർക്കും ഓരോ തരം പൂക്കൾ പറിച്ചു കൊണ്ടുവരാൻ രാവിലെ ചെറിയ ആഹാരം തന്ന് പറഞ്ഞയക്കുകയാണ്. ഒരു കൂടയും തന്നു. നമ്മൾ പരമാവധി കൊണ്ടുവരിക, അതാണ് ഉദ്ദേശമുള്ളൂ. അതിന് പ്രത്യേക സമ്മാനങ്ങളൊന്നുമില്ല, പക്ഷെ പരമാവധി കൊണ്ടുവരിക. അങ്ങനെ ആ പരമാവധി കൊണ്ടുവരുന്നത് കൊണ്ട് അന്നത്തെ തിരുവോണ ദിവസത്തെ അന്നിടുന്ന ആ തലേദിവസം വരെ ഇട്ടതിൽ നിന്ന് വ്യത്യസ്തമായി പൂക്കളമിട്ട് ആനന്ദിക്കുന്ന ഒരവസ്ഥ, ഉച്ചയ്ക്ക് സമൃദ്ധമായ ഒരു ആഹാരം, മാവേലി തമ്പുരാനെ ഓർത്തുകൊണ്ട് നാം മുന്നേറുകയാണ്. ഇന്നതൊരു ദേശീയ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോ ആ ആഘോഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ജോഷി സാറിലേക്ക് ഞാൻ കൊടുക്കുന്നത്. സർ. താങ്ക് യു ഉലഹനാൻ സാർ. നിങ്ങളുടെ വള്ളംകളി കമന്ററി ഒക്കെ അങ്ങനെയാണ്. അടുത്ത ആളിന് കൊടുക്കുമ്പോൾ താങ്ക് യു മിസ്റ്റർ പി ഡി ലൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ വള്ളംകളിയുടെ കാലഘട്ടമൊക്കെ ആണല്ലോ ഇത്. കൊള്ളാം. എന്തായാലും ഞങ്ങളുടേതായ തലത്തിൽ ഓണം
കുറച്ചൊക്കെ തനിമയോടുകൂടി ആഘോഷിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതില് എന്റെ ഭാര്യയാണ് പ്രത്യേകം അതിൻ്റെ അകത്ത്, അവളുടെ റോളാണ് പങ്ക് കാര്യമായിട്ടുള്ളത്. അവൾക്കിത് വളരെ ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എല്ലാ കൊല്ലവും വളരെ ആഘോഷമായി നടത്തും. ഇപ്പൊ ഞാനിന്ന് ഞങ്ങളുടെ ഓണ വിഭവങ്ങൾ എണ്ണിയപ്പോ 23 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ 23 ഐറ്റം ഒറ്റ വേറെ കൊതി വരുന്നു. ആവുക. അപ്പൊ 23 ഐറ്റംസ് അവളെ രാവിലെ തൊട്ട് തന്നെ ഒറ്റയ്ക്കാണ്. ജോലിക്കാരൊന്നും വേറെ ഇല്ലല്ലോ. വേറെ ഇവിടെ സഹായിക്കാനും ഞാനാണ് ഒന്ന് കട്ടിലേ കിടക്കുന്നു. പിന്നെ മോനാണ്, അവനോട് 100 വട്ടം പറഞ്ഞാലേ ചിലപ്പോ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. അപ്പോ അങ്ങനെ എങ്കിലും അവള് വളരെ അത് ആ ഓണത്തിന്റെ തനിമയിൽ അതെല്ലാം ഉണ്ടാക്കി തൂശനിലയിൽ ഞങ്ങള് സമൃദ്ധമായി ഉണ്ടു. ഊണും കഴിഞ്ഞിട്ട് കിടന്നിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങുകയും കുറെ പേരൊക്കെ വിളിച്ചു ഇന്നത്തെ ദിവസം. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഈ വാട്സപ്പ് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ചുറ്റിപ്പോയനെ. വാട്സപ്പിലൂടെയാണ് ഈ ഓണത്തെ ഇന്ന് നമ്മൾ കുറെയെങ്കിലും ലൈവായിട്ട് നിലനിർത്തുന്നത്. ഫേസ്ബുക്കും ഉണ്ടാവും. അതിനങ്ങപ്പുറത്തേക്ക് ഇത് എത്രമാത്രം നിലനിൽക്കുന്നുണ്ട് എന്ന് അറിയില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ചാനലുകാരാണ്. ഒരു വളരെ സമൃദ്ധമായി ഇത് ആഘോഷിക്കുന്നുണ്ട്. പിന്നെ സ്വർണ്ണക്കടക്കാര്, അത് കുറച്ച് ദിവസമായി. പിന്നെ വസ്ത്ര വ്യാപാരികള്, ഗൃഹോപകരണക്കാര്, ഇവരുടെ ഒരാഘോഷമാണ് ഇന്ന് കാര്യമായിട്ട് ഈ ഓണവുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ 10ാം ക്ലാസ്സോ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ക്ലബ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ എല്ലാം ഈ ഒരു വാർഡിൽ തന്നെ 2ഉം 3ഉം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഓണാഘോഷ മത്സരവും പിന്നെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷികം എന്നും പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞ കൊല്ലം വരെ ഇവിടെ ഒരു ക്ലബ്ബും ഒക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണമൊക്കെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പരിപാടികൾ രാത്രിയിലും പിന്നെ ഈ ബ്രേക്ക് ഡാൻസും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ ഓണാഘോഷം. ഇത്തവണ അവരെയും കണ്ടില്ല. മൈക്കിന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ല. ഒരാൾ ഇവിടെ പിരിവിന് വന്നിട്ടില്ല. പിന്നെ 1-2 വള്ളംകളി പരിപാടിക്കാരുണ്ടായിരുന്നു, അവരെയും കണ്ടില്ല. അപ്പൊ ഈ രീതിയിലായി ഇട്ട് ഓണം മാറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാട്സപ്പ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഓണമായിരുന്നു എന്ന് നമുക്ക് ഇതൊക്കെ ഓർമ്മിക്കാനായിട്ട് എന്തായിരുന്നു വഴി എന്ന് സന്ദേഹിച്ചു പോവുകയാണ്. പുതിയ തലമുറയ്ക്കും ആ പറയുന്ന തരത്തിലുള്ള ഓണാഘോഷത്തിന്റെ ഒന്നും വലിയ പ്രസക്തി ഇന്ന് ഇല്ല. പല രീതിയിലില്ല. ഇന്ന് അവർക്കെല്ലാം എന്റർടൈൻമെന്റിന് നിരവധി മാർഗങ്ങളുണ്ട്. ഭക്ഷണം ഇന്നൊരു പ്രശ്നമേ അല്ല. പ്രത്യേകിച്ച് ഈ മലക്കറി ചേർന്നുള്ള ഭക്ഷണങ്ങളൊന്നും വലിയ താല്പര്യമോട്ട് ഇല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വേറൊരു രീതിയിലേക്ക് മാറിപ്പോയിരിക്കുകയാണ് എന്ന്, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതൊക്കെ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞ് ചർച്ച ചെയ്യേണ്ടുന്ന സംഗതി ആയിരിക്കാം. എന്തായാലും ഇത്തവണത്തെ ഓണത്തിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ 2-3 ദിവസമായെന്ന് തോന്നുന്നു ഞാനൊരു വാട്സാപ്പ് പോസ്റ്റ്, ഇക്കൊല്ലമാണ് ആ ഒരു പോസ്റ്റ് കണ്ടത്. ഇത് സമാനമായിട്ട് വേറെ ചിലതെല്ലാം കണ്ടിട്ടുണ്ട്. എങ്കിലും ഇത്തവണ ഒരു പ്രായം ചെന്ന ഒരു ആഢ്യത്വമുള്ള ഒരു ലേഡി ഈ ഓണത്തെയും മഹാബലിയെയും അനുസ്മരിക്കും. നിങ്ങളും പലരും കണ്ടു കാണും. ഞാൻ പറയുന്നത് ചിലത് ആവർത്തനമാകുമായിരിക്കും. അതിൻ്റെ അകത്താണ് ഞാൻ കേട്ടത്, ഈ മഹാബലി ഒരു അഹങ്കാരിയായ പിന്നെ ആളായിരുന്നു എന്ന് പറയുന്നത്. കാരണം അഹങ്കാരത്തിന്റെ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷയാണ് ഈ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. കാരണം ഈ വന്നത് രക്ഷപ്രച്ഛന്നനായിട്ടുള്ള ആളാണല്ലോ വന്നത്. അദ്ദേഹം
3 അടി മണ്ണ് ചോദിക്കുമ്പോൾ ഇയാളെ അഹങ്കാരത്താലാണ്, എടാ ഇത് മുഴുവൻ എന്റേതല്ലേ, നിനക്ക് 3 അടിയോ എല്ലാം എടുത്തോളാന്ന് പറഞ്ഞു ഇത് എന്റെ ഇവിടെ മുഴുവൻ വേണ്ടവരും തരും എന്നുള്ളൊരു നിലയിൽ പറഞ്ഞത് എന്നാണ് അവരുടെ വിവക്ഷ. അത് ഞാൻ ആദ്യമായിട്ട് കേട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ നേരത്തെ കേട്ടിട്ടുണ്ടാകുമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു. ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതായിരിക്കും കൂടുതൽ ഓടുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന, പിന്നെ അതിന്റെ കൂടെ വേറെ നേരത്തെ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഇദ്ദേഹം ഈ ഒരു ബഫൂണായിട്ടാണ് നമ്മൾ ഈ പാർട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ കൊടവയറൻ, ഇത്രമാത്രം മാന്യനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കോമേഡിയനെ പോലെ ഉള്ള ഒരു വേഷത്തിലാണോ ഒരു ഓലക്കൊടയൊക്കെ പിടിച്ചു വരുന്ന ഒരുത്തനെ അവതരിപ്പിക്കുന്നത്. ഈ വലിയ പൊണ്ണത്തടിയനും അല്ലെങ്കിൽ വലിയ കൊടവയറനും കൊമ്പം മീശയൊക്കെ വെച്ച ഒരു മാവേലി, അങ്ങനെ ഒരു ചക്രവർത്തി ഉണ്ടോ? ഈ രീതിയിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇതെല്ലാം മാറ്റിവെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതും ചിന്തിക്കേണ്ടതുമായ ഒരു സംഗതി, നന്മയുടെ ഒരു നല്ല നാളെ നമുക്കുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ആ ഒരു ചൈതന്യത്തെ ഇനിയും ഭരിക്കണം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ചെള്ളവും ചതിയും ഒന്നും ഇല്ലാത്തൊരു ഒരു ലോകം നമുക്കുണ്ടാകണം എന്നൊക്കെ ഉള്ള ഒരു ആശയം നമ്മുടെ ഇടയിൽ. അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അകത്തെല്ലാം ജാതിയും ഒക്കെ ഉണ്ട്. ഇതിനെ ഹൈന്ദവവൽക്കരിക്കുവാനോ വേറെ ചിലർ ഇതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാനോ ഒക്കെ ഉള്ള വാചകങ്ങളും ഒക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഇനി അധികം കാലം ഒന്നും ഇല്ലായിരിക്കാം. ഇനി അടുത്ത തലമുറ ഇതൊക്കെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടോ, നല്ലതായിരിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സന്തോഷമായിരിക്കട്ടെ. ഏതായാലും ഈ ഒരു പേരിൽ നമുക്കൊന്നും ചെയ്യാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സന്തോഷം തുളുമ്പുന്ന തരത്തിൽ ഒന്നിച്ചു ചേരാനും നല്ല ഇന്നലകളെ കുറിച്ച് ചിന്തിക്കാനും അയവറക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ നല്ല ദിവസമായിട്ട് ഇത് തീരുന്നു. ഇതിന്റെ ആ ചൈതന്യം എക്കാലവും നിലനിൽക്കട്ടെ. നമ്മുടെ ഇന്നലകളെ നമുക്ക് ഓർമ്മിക്കാം. അത്തരത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനും എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണത്തിന്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഷാബു സാറിനെ ഏൽപ്പിക്കുന്നു. ഷാബു സാർ, ഓണത്തെ കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങും. താങ്ക് യു സാർ. താങ്ക് യു ലെനൻ സാർ. താങ്ക് യു ജോഷി സാർ. ഇവരൊക്കെ പറഞ്ഞ വാക്കുകളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാ വാക്കുകളും മഹത്തരമാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ. എനിക്ക് ഓണത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജന്മദിനം ഓണത്തിനാണ്, ചിങ്ങമാസത്തിലെ തിരുവോണം. അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വെരി സ്പെഷ്യൽ ആണ്. എവിടെ പോയാലും സദ്യ കിട്ടും, പായസം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാണ്. ഓണത്തിന്റെ അന്നാണോ? അതെ, ചിങ്ങമാസത്തിലെ തിരുവോണം. ചിങ്ങമാസത്തിലെ തിരുവോണാണ് നാളെ. എന്താ മാവേലി എന്ന് പറഞ്ഞത്? അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരു ചെറിയ വിഷമമുള്ളത്, ഈ ഓണത്തിന് അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു വലിയൊരു വിഷമം കൂടെയുണ്ട്. ആദ്യമായിട്ടാണ് അമ്മ ഇല്ലാത്തൊരു ഓണത്തിന് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമം കൂടിയുണ്ട് ഈ സന്ദർഭത്തിൽ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ നന്മയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും മറ്റുള്ളവർ തമ്മിൽ യാതൊരു വേർതിരിവും ഇല്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് മിത്താണെങ്കിൽ കൂടെയും ഇതിൽ ഇതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അത്രയും മഹത്തരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ അത്തരം ഒരു ഓർമ്മക്കാലം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം ഞാൻ ഒരു വരി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ മഹാബലിയും അതുപോലെ തന്നെ വാമനും ഒക്കെ നമുക്ക് നൽകുന്ന ചെറിയൊരു സന്ദേശം എന്നുള്ളത്, ചെറിയ ഒരാളെ നമ്മൾ കാണുമ്പോൾ അത് ആ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ, അല്ലെങ്കിൽ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കി ഒരാളെയും വിലയിരുത്തരുത് എന്നുള്ളൊരു മഹത്തായ സന്ദേശം കൂടി ഇതിൽ നൽകുന്നുണ്ട്.
കാരണം മഹാബലി വലിയ ദാനശീലനാണല്ലോ. അപ്പൊ ഇങ്ങനെ ദാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പൊക്കം കുറഞ്ഞൊരു ബ്രാഹ്മണനും ആ ദാനത്തിൽ പങ്കുചേരാനായിട്ട് വരുന്നു. അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടത് 3 അടി മണ്ണ് മാത്രമാണ്. അപ്പൊ മാവേലി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ മണ്ണ് മാത്രം അയക്കുന്നത്? നിനക്ക് ഞാൻ 3 ഗ്രാമങ്ങൾ തരാം, അല്ലെങ്കിൽ 3 പട്ടണങ്ങൾ തരാം, വേണമെങ്കിൽ 3 രാജ്യങ്ങൾ തന്നെ തരാം, എന്തിനീ 3 അടിയിൽ ഒതുക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. കാരണം മഹാബലി അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. കാരണം ഒരു ചെറിയ പൊക്കം കുറഞ്ഞ ബ്രാഹ്മണനാണ്, അദ്ദേഹം 3 അടി ചോദിച്ചാൽ എന്ത് കിട്ടും എന്ന് പറയുന്നത്. അപ്പോ പിന്നീട് നടന്നെല്ലാം ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരാളെ നമുക്ക് വസ്ത്രം ധാരണം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലോ വിലയിരുത്താൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി മാവേലി നമുക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഇന്നത്തെ പാട്ടുത്സവം അല്ല, ഇപ്പൊ ഓണപ്പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പൂവ്, അതുമായിട്ടുള്ള ഒക്കെയാണ് അല്ലെ. കുറെ പൂവുകൾ ഉണ്ട്. ഇപ്പം സാബു സാർ എടുത്ത് ആദ്യം സ്ക്രീനില് പൂവിളി പെണ്ണോളമായി, അതല്ലേ ആ പാട്ടല്ലേ? അതല്ലേ? ഓക്കെ, അതിലേക്ക് എത്താം നമ്മൾ. അപ്പൊ ആ പൂ കൊണ്ട് തന്നെയാണ്, പൂവിളിയൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ ആ ഓണത്തിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിക്ക് മുൻപ് നമ്മള് 1975 മറ്റാണെന്ന് തോന്നുന്നു, ഒരു മിൻമിനി എന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. അല്ല, മിനിമോൾ എന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. മിനിമോൾ എന്നൊരു ചിത്രത്തില് ശ്രീകുമാരൻ നമ്പി എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കേരളം ഒന്നാകെ, മലയാളികൾ ഒന്നാകെ പാടി നടന്നൊരു പാട്ടാണ് കേരളം കേരളം കേളികേട്ടുണരുന്ന കേരളം എന്നുള്ള ഒരു പാട്ട്. അപ്പൊ അതില് അനുപല്ലവി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പൂവണി പൊന്നിൻ ചിങ്ങ പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ, പൂവണി പൊന്നിൻ ചിങ്ങ പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേര് വരും മാനസ പൂക്കളങ്ങളാകും കേരളം കേരളം കേളി കെട്ടുണരുന്ന കേരളം കേളി സദനം കേരളം കേരകേളി സദനമം എൻ കേരളം. എല്ലാവരും പാട്ട്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ ഓണം വരുന്നുണ്ട്, പൊന്നോണം വരുന്നുണ്ട്, മാവേലി വരുന്നുണ്ട് എന്നുള്ളൊരു ആശയം കൂടി അതിൽ ശ്രീകുമാരൻ നമ്പി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് അതൊരു കൊയ്ത്തുത്സവം കൂടിയാണ് അല്ലെ, ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. ഞാൻ ഓഡിബിൾ അല്ലേ സാർ? ഓഡിബിൾ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആ പാട്ട് തുടങ്ങുന്നത്. അപ്പൊ അതിൽ ആ മനോഹരമായിട്ടുള്ള ആ അനുപല്ലവിയിലാണ് ഈ ഒരു വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ കേരളത്തെ അതായത് കേരളത്തെ സംബന്ധിച്ച് ഓണം എന്നുള്ളത് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ശ്രീകുമാരൻ നമ്പി ഈ പാട്ട് കൊണ്ട് പറഞ്ഞു വെച്ചിട്ട്. പിന്നെ ഓണം ആരംഭിക്കുന്നത് ഉത്രാടം തൊട്ടാണ്. ഉത്രാടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പാട്ടൊന്ന് പറയൂ. ഉത്രാടം. അടിപൊളി. പൂക്കളത്തിൽ. അടിപൊളി. പാടൂ സാർ, പാടൂ. ആരാ പാടിയത്? പാടൂ, കേൾക്കട്ടെ. ആ പാടൂ. കാണുന്നില്ലേ സ്ക്രീനില്? ഉത്രാടപ്പൂവിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവടിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂവിലാവേവാ. സൂപ്പർ. അടുത്ത ആൾ പാടിക്കോ. ഉത്രാടം തൊട്ട് തുടങ്ങുക. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. രണ്ടുപേരെങ്കിലും പാടുക. അങ്ങനെയാണ് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ അതെ, പാടൂ. എല്ലാവരും പാടണം, രണ്ടുപേരും പാടണം. നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ ഈ ഓണത്തിന്റെ ഇടയിൽ ഈ സമയമൊക്കെ ഉണ്ടാക്കി നമ്മൾ വന്നിരിക്കുന്നത്. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ.
യെസ്, താങ്ക് യു മാഡം, താങ്ക് യു. എല്ലാവരും വരട്ടെ, രണ്ടുപേരും പാടൂ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയൂ, പാടൂ. അവിടെ പാടൂ. സാറ് പാടിക്കോ, കേൾക്കാം. പാടിക്കോ, എല്ലാരും പാടിക്കോ. കൊണ്ടൽ വഞ്ചി സിനക്കാറ്റിൽ കൊണ്ടുവന്ന താരങ്ങൾ മണിച്ചിങ്ങും മാലയാക്കി നീവല്ലോ പുലരുന്ന പുല്ലോണത്തിൽ പുകഴ്ത്തുന്ന പൂവനങ്ങൾ ഇതയ്ക്കും ഉത്രാടപ്പൂനിലാവിവാ ഉത്രാടപ്പൂനിലാവിവാ മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവണിയിൽ തിരിപ്പാൽ ചുരുത്തവാ ഉത്രാടപ്പൂനിലാവിവാ. ഓക്കെ, ഓക്കെ സർ. അടുത്ത പാട്ടിൽ പോലെ. താങ്ക് യു എല്ലാവർക്കും. അടിപൊളി, സൂപ്പർ. അതെ, അപ്പൊ ഈ 1983 യേശുദാസിന്റെ തരംഗിണി സ്റ്റുഡിയോ ഈ ഒരു ഉത്സവ ഗാനങ്ങൾ എന്നുള്ള പേരിൽ ഒരു കാസറ്റ് പുറത്തിറക്കിയത്. അപ്പൊ അതില് ആദ്യം യേശുദാസ് വെച്ചതും അയാളുടെ യേശുദാസിന്റെ മനസ്സിലും മറ്റൊരു സംഗീത സംവിധായകനായിരുന്നു ഈ പാട്ടുകളൊക്കെ ഈണം ചെയ്യാനായിട്ട്. പക്ഷെ പാട്ട് എഴുതാൻ വിളിച്ചത് നമ്മുടെ ശ്രീകുമാരൻ നമ്പി ആദ്യമായിട്ട് യേശുദാസ് വിളിക്കുകയാണ്. യേശുദാസ് ശ്രീകുമാരൻ നമ്പിയായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തരംഗിണിയുടെ പാട്ടുകൾ എഴുതാനായിട്ട് യേശുദാസ് അതിക്ക് മുമ്പ് ശ്രീകുമാരൻ നമ്പി ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഈ ഒരു ആൽബത്തിന് പാട്ട് എഴുതാനാണ് അദ്ദേഹം വിളിച്ചത്. അപ്പൊ ശ്രീകുമാരൻ നമ്പിക്ക് യേശുദാസ് നിശ്ചയിച്ച ആ മ്യൂസിക് ഡയറക്ടറോട് അത്ര തൃപ്തി തോന്നിയില്ല. അപ്പൊ യേശുദാസ് പറഞ്ഞു, ശ്രീകുമാരൻ നമ്പിയോട് പറഞ്ഞു, നിങ്ങൾ തന്നെ സജസ്റ്റ് വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീകുമാരൻ നമ്പി വേറൊരു മ്യൂസിക് ഡയറക്ടറെ സജസ്റ്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരാണ് കുളത്തൂപ്പുഴ രവി, അല്ലെങ്കിൽ രവീന്ദ്രൻ എന്ന് പറയുന്നത്. അതൊരു ചരിത്ര സംഭവമായി മാറി. കാരണം മലയാളത്തിലെ കേരളത്തിലെ ഏറ്റവും അധികം വിറ്റുപോയ ഓണക്കാസറ്റുകളിൽ ഒന്നാണ് ഈ ഒരു ആൽബം എന്ന് പറയുന്നത്. ഇന്നും നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും നമുക്കത് വിസ്മരിക്കാൻ സാധിക്കാത്ത വിധം ഓരോ മലയാളിയുടെയും മനസ്സിൽ പതിഞ്ഞ ഗാനങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ചരണത്തിൽ വരുമ്പോ അത് ഇങ്ങനെയാണ് പറയണത്: തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വാ വാ വാ. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. നോക്കൂ, തിരുവോണത്തിൻ കോടിയെടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. ഈ ഓണപ്പാട്ട് പോലൊരു ഈ ഒരു പാട്ടില് ശ്രീകുമാരൻ തമ്പിക്ക് അല്ലാതെ ഇത്രയും ധൈര്യം ആർക്കും ഉണ്ടാവുക? കാരണം അതിൽ കുറച്ച് നമുക്ക് എന്താ പറയാ, ഒരു കേൾക്കുമ്പോ തന്നെ ഒരു ശോകം, ഒരു വിരഹം, അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ വരും അല്ലെ? തിരുവോണത്തിന് അതായത് കൂടിയൊടുക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം അദ്ദേഹത്തെ അതിനെ പറ്റി ചോദിച്ചപ്പോ, ഈ ഓണം പോലെയുള്ള ഒരു ഇത്രയും സന്തോഷപ്രദമായിട്ടുള്ള ഒരു പാട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം വരികൾ എഴുതി ചേർത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് നാളുകളായി, എങ്കിൽ കൂടിയും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഓണക്കോടി എടുക്കാൻ സാധിക്കാത്ത, ഒരു വീടില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ അവരെയും കൂടി ഞാൻ ഓർമ്മിച്ചു എന്നുള്ളതാണ് ഈ പാട്ടിൽ പറയുന്നത്. അപ്പൊ അതാണ് അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അദ്ദേഹം കൊടുക്കുന്നത്. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, അവർക്ക് വീടില്ല, അവർക്ക് പൂക്കൾ ഇടുവാൻ അവർക്ക് പൂമുറ്റങ്ങളില്ല, അവർക്ക് ഓണക്കോടിയെടുക്കാനില്ല. അപ്പൊ അവരെയും കൂടി ഓർത്തുകൊണ്ടാണ് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടിയത്. അത് അത്രയും പോപ്പുലറായി. ഉത്രാടപ്പൂനിലാവിവാ മുറ്റത്തെ പൂക്കളത്തിൽ. പോയി. അപ്പൊ ഓക്കെ, അതാണ് ഉത്രാടപ്പൂനിലാവിനെ കുറിച്ച് പാടുവാനുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഉത്രാടപ്പൂനിലാവ്? പറയാം, ഷെയർ ചെയ്യാം. വേറൊരു ഓളിയുണ്ട്, മധുരഗീതങ്ങൾ. പറയൂ. അതും യേശുദാസിന്റെയാണ്. ശ്രീകുമാരൻ നമ്പി ദക്ഷിണാമൂർത്തിയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. എഴുതിയതെല്ലാം ശ്രീകുമാരൻ നമ്പിയാണ്. അതിലെ ഒരു പാട്ട് പാടാം. പാടി. കോടിയുടുത്തു മാനം
മേഘ കസവാലേ മേഘ കസവാലേ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ മേഘ കസവാലേ മഴവില്ലിൻ മലർത്തിയിൽ ചൂടി മധുഭാസം തൂകി അവൾ മധുഭാസം തൂകി കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ മാനം വലിച്ചെറിഞ്ഞല്ലോ കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ മാനം വലിച്ചെറിഞ്ഞല്ലോ കടലിൽ മോഹം തണുത്ത കരിമുകിൽ പിളർത്തു മാഞ്ഞല്ലോ കാറ്റിൽ പിളർത്തു മാഞ്ഞല്ലോ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ മേഘ കസവാലേ. താങ്ക് യു സർ. വളരെ നന്നായി. നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്. എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് അത്. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. അതിൽ പറയുന്നുണ്ട് കർക്കിടകത്തിന്റെ എന്താ പറയാ, ആ കാറും ഗോളും എല്ലാം മാറി പിന്നെ ആ പൊന്നിൻ ചിങ്ങമാസത്തിന്റെ ആ സമൃദ്ധിയിലേക്കാണ് നമ്മൾ വരുന്നത്. കർക്കിടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ഞ കർക്കിടകമാണ് അല്ലെ, തോരാതെ പെയ്യുന്ന മഴ. പിന്നീട് അതിൽ നിന്ന് നമ്മൾ ആ സമൃദ്ധിയുടെ ചിങ്ങമാസത്തിലേക്കാണ്. കലവറകളൊക്കെ നെല്ലുകൊണ്ട് നിറയുന്ന, എല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ പാട്ടിലൂടെയും കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തത് ആർക്കാണ് പങ്കുവയ്ക്കാനുള്ളത്? അനുഭവങ്ങൾ, പാട്ടുകളൊക്കെ ആയിട്ട്. ഓണത്തിന്റെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓണത്തിന്റെ അനുഭവം, തുമ്പപ്പൂ പറിക്കാൻ വേണ്ടി പോയത് അല്ലെ, തുമ്പപ്പൂ പറിക്കാൻ പോയതും പൂവിളി പൊന്നോണമായി. തന്നെയല്ല, ഈ തുമ്പപ്പൂവിന്റെ പറിക്കാൻ വേണ്ടി നമ്മള് വളരെ ലോൺലി ആയിട്ടുള്ള സ്ഥലം, അന്ന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ചെന്ന് പാമ്പിനെ കാണുന്നതും പേടിച്ചോടുന്നതും പറയാം കേട്ടോ. തീർച്ചയായിട്ടും. അതായത് ഈ പൂ പറിക്കാൻ പോകുമ്പോ നമ്മളന്ന് തോട്ടിക്കായിട്ടാണ് പോകുന്നത്. കോളാമ്പി പൂവാണ് പ്രധാനപ്പെട്ട പൂവ്. കോളാമ്പിപ്പൂവ്, തുമ്പപ്പൂവാണ് പ്രധാനപ്പെട്ട പൂവ്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ടുവയ്ക്കും. ഒരു മാസം മുൻപ് തന്നെ ഇതിന്റെ പര്യടനം നമ്മൾ ആരംഭിക്കുക. എവിടേക്കാണ് പൂവുള്ളത്, എവിടേക്കാണ് പൂവ് പൂക്കാൻ സാധ്യതയുള്ളത്, ഈ സ്ഥലങ്ങളൊക്കെ അറിയാതെ പോയി കണ്ടുപിടിക്കും. പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കാരണം എന്താ, നമ്മൾ ഈ കണ്ടുവച്ച പൂക്കൾ വേറെ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്റെയൊക്കെ ബാല്യത്തിൽ. നിങ്ങൾക്കും ഉണ്ടാവാൻ തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. അപ്പൊ അതില് ഇതുപോലെ തന്നെ പൂ തന്നെയാണ് പ്രധാനം. അപ്പൊ ഈ പൂ പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഓണത്തിന് പൂവൊക്കെ വെക്കും. അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഈ പഴയ പൂക്കൾ മാറ്റി പുതിയ പൂക്കൾ വെക്കണം. അതും എന്തായിരുന്നു, ഒരു ചാലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി വീണ്ടും പൂ തപ്പി ഇറങ്ങണം. അങ്ങനെ ഒരുപാട് ഇത് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് അത്. പൂവിളി പാടിക്കോളൂ. പൂവിളി ആരാ പാടുന്ന? ലേഡീസ് ആരില്ലേ? അതെ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൊന്നോണത്തുമ്പി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ ആരാ പാടുന്ന? അൺമ്യൂട്ട് ചെയ്ത് പാടുന്നില്ലേ? പാടട്ടെ സാറേ. പാടൂ. അടുത്ത സ്റ്റാൻസ്. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ
നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോരി പൂനെല്ലിൻ പൊന്മാല ഒന്നൂറ്റന്തോറും പൂവിളി പൂവിളി പൊന്നോണ. വേറെ ആർക്കെങ്കിലും പാടണമെങ്കിൽ പാടിക്കോളൂ. അൺമ്യൂട്ട് ചെയ്ത് പാടും. പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി പൂണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോരി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോരി പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നി മുത്തായി മാറ്റും പൂവയലിൽ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ജോഷി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ജോഷി സാർ, ജോഷി സാർ പാടുന്നുണ്ടോ? ആ, വാ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവരിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്ത പാട്ടി പോലെ പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൻ നീ വരുദാഹം പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ, ഓക്കെ, അടുത്ത പാട്ട് നോക്കാം. അടുത്തതിന്റെ പൂവുകൾ വെച്ച് വേറെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. ഇത് സലിൽ ചൗധരി ഈണം നൽകിയതാണ് കേട്ടാ. ഇത് ബംഗാളിൽ നിന്നുള്ള പ്രശസ്ത സംഗീത. ഓണപ്പൂവിൽ. അത് തന്നെ സലിൽ ചൗധരി. ഈ പാട്ടും സലിൽ ചൗധരി ഈണം നൽകിയതാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് നല്ല കേരളത്തിന്റെ മണമുള്ള അല്ലെങ്കിൽ മലയാളത്തിന്റെ ആ സംഗീതം ഒട്ടും മനസ്സിൽ നിന്ന് പോകാത്ത ഒരുപാട് പാട്ടുകൾ സലിൽ ചൗധരി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് പോലും മാറ്റി നിർത്താൻ പറ്റില്ല. അത്രയും മനോഹരമാണ് അദ്ദേഹം ചെയ്ത പാട്ടുകൾ. സലിൽ ചൗധരി ONV വീട്ടിലാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ പാട്ടുകൾ പിറന്നത്. കൂടാതെ ശ്രീകുമാരൻ നമ്പി അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്, ഈ രചനകളിലൊക്കെ പായിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടൊരു പാട്ട് തന്നെ ഈ ഓണത്തിൽ. പൂവേ 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 പൂവേ
മാടി വിളിക്കൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിക്കൂ ഇതാ ഇതാ ഇതാ. യെസ്, പാടിക്കോളൂ സാർ. അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അടുത്ത ആൾ പഠിക്കോ? സംഗതികൾ മണ്ണിൽ പുത്രമന്ദരികൾ സംഗതികൾ മണ്ണിൽ പുത്രമന്ദരികൾ പാവിതൻ ചാരിക കളമൊഴിയാൻ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 മനോഹരത്തെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വില്ലും വീണ പൊൻതുടിയും ഉള്ളോർ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻതുടിയും ഉള്ളോർ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ വരും അമൃതം പകരും തീരമിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. ഓക്കെ, സൂപ്പർ സൂപ്പർ, അടിപൊളിയുണ്ട്. അപ്പൊ ഇതിലൊരു മനോഹാരിത കണ്ടത് എന്താണെന്നറിയോ? ഒരാള് പല്ലവി പാടി, ഇനി ഒരാൾ അനുപല്ലവി പാടി, മറ്റൊരാള് ചരണം പാടി, വേറൊരാള് സെക്കൻഡ് ചരണം പാടി. സൂപ്പർ. ഇത് തന്നെയാണ് നമ്മുടെ ഒരു എന്താ പറയാ ഈ ഒരു പ്രോഗ്രാമിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. താങ്ക് യു താങ്ക് യു. ഇനിയും പാടിക്കോട്ടാ, അറിയുന്നവർ പാടിക്കോ. നല്ല പാട്ടാണ്. സലീൽ ചൗധരി പാടിക്കോ. പൂവേ 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 കോമൽ പൂവേ 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 നീ തേടും മനോഹര മാടി വിളിപ്പൂ ഓണപ്പൂവേ പൂവേ പൂവേ കോമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ഇതാ ഇതാ ഇതാ. താങ്ക് യു അടിപൊളിയായിട്ട്. സാറേ ഇതിപ്പോ ഓണത്തിന് മക്കളെല്ലാം വരുന്ന പറഞ്ഞിട്ട് ആൾക്കാരെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ നേരത്തെ സാറന്മാര് പറഞ്ഞ പോലെ എല്ലാരും ഭക്ഷണം വരുത്തുന്നല്ലേ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർ അച്ഛന്റെ ഓർമ്മയിൽ ഒരു പാട്ട് പാടിട്ട് സാറേ. വിദ്യാരം മാഷതാണ്. പാടൂ.
ഓണമാണ്. കേക്കാമോ? കേൾക്കാം. ഓണമാണ്, വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്. ദൂരത്തു നിന്നോടി എത്തുന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വിരുന്നാണ്. പേരിനു മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്. കൈവയ്യ കാൽ വഴങ്ങില്ല, മെയ്യിൽ പാതി കൂട്ടിനില്ല, എന്നാലും ഈ പഴം കോട്ടിനുള്ളിൽ ഓണം വന്നാൽ ഉണർവാണ്. അപ്പൂതി ഇരിക്കുമ്പോൾ കൂടെ അപ്പൂപ്പനെയും ഇരുത്താമോ? പപ്പടം പാതി പകുത്ത് നമുക്ക് ഉപ്പേരിക്ക് ചിണുങ്ങാമോ? പൂവില്ല പൂവിളിയില്ല, പുഞ്ചപ്പാടം കൊയ്ത്തുമില്ല, എന്നാലും ഈ മലനാട്ടിലിന്നും ചിങ്ങം വന്നാൽ ചേലാണ്. കുഞ്ഞേ ഞാനിരിക്കുമ്പോൾ വന്നൻ പഞ്ഞിത്താടി പിടിക്കാമോ? അച്ഛനെ പണ്ട് നടത്തിയ പോലെ പിച്ച നടത്താൻ പോരാമോ? ഓണമാണ്, വീണ്ടും ഓണമാണ്, വേണമായുസ്സെന്ന തോന്നലാണ്. ദൂരത്തു നിന്നോടി എത്തുന്ന മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വിരുന്നാണ്. പേരിനു മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്. താങ്ക് യു സർ. ഇപ്പൊ മാം പറഞ്ഞ പാടിയ പാട്ട് ഞാനത് ഇന്നലെ നടന്ന ഒരു കുഞ്ഞു സംഭവത്തോടൊന്ന് ചേർത്തോട്ടെ, നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്കോ അതൊന്ന് കയറ്റിവിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു 5 ചെറിയ കുട്ടികളുണ്ട്, 2 മക്കളുടെ. അവരവിടെ തകർക്കാണ്. ഇന്നലത്തെയാണ് സംഭവം. പക്ഷെ നേരെ ഹലോ കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവം നടന്നത് ഇന്നലെയാണ്. മുൻവശത്തുള്ള വീട്ടില് ഒരു അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അവർക്ക് ഏക മകനാണ്. ആ മകന്റെ മാരേജ് കഴിഞ്ഞ് അവര് ഡോക്ടറാണ്. അവര് വിദേശത്തേക്ക് പോയി. 5 വർഷം കഴിഞ്ഞു. അവർക്ക് 2 മക്കളുണ്ട്, കുഞ്ഞു മക്കള്. ഈ അമ്മ എല്ലാ ഓണത്തിനും പറയും, എൻ്റെ മക്കളും മരുമക്കളും വരും, എൻ്റെ മരുമോള് വരും, അവർക്ക് വേണ്ടി എല്ലാം ഇവർ ഒരുക്കി വയ്ക്കും. പക്ഷെ ഒരു ടെലിഫോൺ കോൾ മാത്രമാണ് അവർക്ക് വരിക. ഈ വർഷം വരാനൊക്കില്ല. ഒരു 2 ദിവസത്തേക്ക് രാത്രി അവരുടെ വീട്ടിൽ വെളിച്ചമുണ്ടാവില്ല. വയസ്സിനും വയസ്സിയും മാത്രം അവിടെയുണ്ട്. അവരുടെ വീട്ടുമുറ്റത്ത് ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അത് മാത്രമല്ല, ഒരു കുഞ്ഞു തടാകം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് താമരയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് റോഡിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ താമര നമ്മളെ പാടി വിളിക്കും പോലെ തോന്നും, നല്ല രസകരമായി. അപ്പൊ ഇന്നലെ നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാവരും കൂടി 1-2 പ്ലാസ്റ്റിക് ചെറിയ കൊട്ടയുമായിട്ട് ആ റോഡ് സൈഡിലൂടെ ഒക്കെ നടന്ന് പൂവൊക്കെ പറിച്ച് ഒരുത്തൻ റോട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അമ്മേ കാര്യമായിട്ട് പൂവൊന്നും കിട്ടിയില്ല, നമുക്ക് ഉള്ളത് കൊണ്ടിടാം. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ പുറത്തിറങ്ങി. അവരൊരു കൊട്ടയിൽ അവരുടെ ഫ്ലവേഴ്സ്, കുറേയേറെ ഫ്ലവേഴ്സ് ഉണ്ട്, അത് പ്ലക്ക് ചെയ്തിട്ട് കൊടുത്തു. മക്കളെ പൂവിടൂ, ആൻറ്റി കാണാൻ വരുന്നുണ്ട്. ഒന്നുകൂടെ ആലോചിക്കണം,
ഈ ഞങ്ങൾ രണ്ട് വീട്ടുകാർ തമ്മിൽ പിണക്കമൊന്നും ഇല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചില്ലറ ചില്ലറ പിണക്കമൊക്കെ ഉണ്ട്. അതവിടെ നിന്നോട്ടെ. അത് കഴിഞ്ഞ് ചെറിയ കുട്ടി ഈ അമ്മ കൊടുത്ത പൂക്കൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ബാക്കി 4 പേരും പോന്നു. ഒരാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ അകത്തേക്ക് പോകുമ്പോൾ ഇവൻ നോക്കുന്നത് ആ ആമ്പൽപ്പൂവിനെയാണ്. നല്ല വയലറ്റ് ചേർന്ന്, ചുവപ്പും വയലറ്റും ചേർന്ന ഒരു കഥയൊക്കെ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവരിവിടെ ഇപ്പുറത്ത് ആ പൂക്കളം ഇട്ട് നടുക്കൊരു പൂ കിട്ടാൻ അതിനു വേണ്ടിയുള്ളൊരു കാത്തുനിൽപ്പെടുമ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി ആ ആമ്പൽപ്പൂ പറിച്ച്, ഏറ്റവും ഭംഗിയുള്ള ആ ആമ്പൽപ്പൂ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്ത് പറയാണ്, ഇത് അതിൻ്റെ നടുക്ക് വെച്ചോളൂ. സത്യത്തിൽ ആ കാഴ്ച കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വേദന തോന്നി. ഈ വർഷവും ഒരു ടെലിഫോൺ മാത്രമാണ് ഈ നിമിഷം വരെ അവർക്ക് ഉള്ളൂ. അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പാട്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ഓരോ പാട്ടുകളെ പറ്റി ഓരോ അനുഭവങ്ങൾ ചേർത്ത് വെക്കാനുണ്ടാവും. നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പാട്ട് നമ്മൾ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഇതുപോലെ സാറ് പറഞ്ഞ ഓരോരോ അനുഭവങ്ങൾ, ചെറിയ ചെറിയ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന അനുഭവങ്ങൾ ചില പാട്ടുകളായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഈ ഒരു ഗാനം കേട്ടപ്പോ സാറിനത് ആ ഒരു സംഭവം മനസ്സിലേക്ക് ഓടി വന്നു. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അനുഭവം പങ്കുവെക്കലും കൂടിയാണ് ഈ ഒരു പാട്ടിന്റെ വേദിയെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കി തീർക്കുക എന്ന് പറയാതെ തരമില്ല. അടുത്ത പാട്ടിലേക്ക് പോവാം. ഷാബു സാർ, നമ്മളെപ്പോഴും പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഴയ പാട്ടുകൾ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പഴയ പാട്ടുകൾ മാത്രമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ പുതിയ പാട്ടുകൾ മോശമാണെന്നൊരു അഭിപ്രായം ആർക്കും ഇല്ല കേട്ടോ. പുതിയ പാട്ടുകൾ നല്ല പാട്ടുകളാണ്. പക്ഷെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നു. ഇപ്പൊ തമിഴ്, ഇംഗ്ലീഷ്, ഏത് ഭാഷയിലും ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു സിനിമ, ഒരു മാസത്തിൽ ഒരു സിനിമയാണ് ഇറങ്ങുന്നത്. ആ ഒരു പാട്ടാണ് നമ്മൾ പാടി 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 നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതല്ല സ്ഥിതി. എന്നാലും 2016 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞൊരു സിനിമ. ദുബായിൽ വെച്ച് നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നടന്ന സംഭവത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ. വിനീത് ശ്രീനിവാസന്റെ, അതിൽ ഷാൻ റഹ്മാൻ ഈണം നൽകിയിട്ട് നമ്മുടെ ഉണ്ണിമേനോനും അതുപോലെ തന്നെ സിത്താര കൃഷ്ണകുമാറും ആലപിച്ച മനോഹരമായിട്ടുള്ള ഒരു ഓണത്തിന്റെ ആ സന്ദർഭങ്ങളൊക്കെ വിഷ്വലൊക്കെ ചേർത്ത് എനിക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്. ഏതാന്ന് ഒന്ന് പറയൂ എല്ലാവരും, ഒന്ന് ആരെങ്കിലും ഒന്ന് പറയൂ. ആ ഗാനം ഏതാണെന്നൊന്ന് പറയൂ. ഓർമ്മ വരുന്നില്ലേ? മറന്നുപോയി. തിരുവാവണിരാവ് മനസാകെ നിലാവ്. അതിന്റെ ലിറിക്സ് ഒന്ന് എടുക്കും സാറേ. ഈ പാട്ട് പാടില്ലേ? മാവേലി നടുവണിയിടും കാലം. അത് പാടാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പാടാം. അവസാനം പാടാം, നമുക്ക് അവസാനം പാടാം. ബാബു സാർ, തിരുവാവണിരാവ്, ജേക്കബിന്റെ സ്വർഗരാജ്യം. ആ ഓണത്തിന്റെ വിഷ്വലൊക്കെ വളരെ മനോഹരമായിട്ട് അതിൽ സന്നിവേശിച്ചിട്ടുണ്ട്. ഓണസദ്യ, അതുപോലെ തന്നെ ഓണത്തിനുള്ള തിരുവാതിരക്കളി, അതെല്ലാം അതോട് ബന്ധപ്പെട്ട് ആ പാട്ട് വരുന്നത്. യെസ്, സാബു സാറ് നിമിഷ നേരം കൊണ്ട് ഈ പാട്ട് നമ്മുടെ മുൻപിൽ എത്തിക്കുകയാണ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പാടിക്കോളൂ. അറിയുന്നവരില്ലേ ഈ പാട്ട്?
അത് പുതിയ പാട്ടായതാണ് അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും അറിയാല്ല, ഇത് എപ്പോഴും ടി വിയിൽ വരുന്ന സിനിമ കണ്ടപ്പം ഓക്കെ, നമുക്ക് പഴയ പാട്ടിലേക്ക് പോകാം. ഓക്കെ, സാറ് പാട്, രണ്ടു പേര് പാടതിന്റെ ജോസഫ് സാർ പാടുന്നോ? സാറിനറിയില്ലേ? രണ്ടുപേരും പാട്. ഇത്രേ അറിയാവുള്ളൂ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറും പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല തിരുവാതിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അറിയുള്ളൂ. അടിപൊളി അടിപൊളി, സൂപ്പർ, നന്നായിട്ടുണ്ട്. അത് എന്നാലും ആ മെലഡി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ പാട്ടേ. ഷാൻ റഹ്മാൻ അടിപൊളി പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറാണ് അത്. മറ്റേ എന്താ പറയുക, ജിമിക്കി കമ്മലൊക്കെ കൊണ്ടുവന്ന പാട്ടാണ്. പക്ഷെ ഇതിൽ ആ ഓണത്തിന്റെ മെലഡി വളരെ സ്വീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും പാടാനായിട്ട് പറ്റിയ ഒരു പാട്ടാണ്. ആ ഒരു ഗൃഹാതുരത്വമൊക്കെ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഒരു പാട്ടാണ്. ഓക്കെ സാർ, ഇനി എന്നാലും പഴയത് എനിക്ക് തന്നെ തിരിച്ചു പോയിക്കോ. കാരണം ഈ പഴയ ആൾക്കാരുള്ളപ്പോ അവർ പഴയത് വിടാൻ ഒരിക്കലും സമ്മതിക്കില്ല. പുതിയ പാട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും പഴയതിലേക്കാണ് പലരും പോക്ക്. ഒരു 20 വർഷം മുൻപ് ഒരു പാട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോഴാണ് കൂടുതൽ ട്രെൻഡായത്. അത് കുട്ടികളൊക്കെ ഇങ്ങനെ പാടുന്ന കേൾക്കാറുണ്ട്. ഈ കൊട്ടേഷൻ എന്നുള്ളൊരു സിനിമയിലാണ്. എനിക്ക് പാട്ട് അങ്ങനെ മാവേലി നാടുവാണിടും കാലം. ശരി, ആരാണ് ഇതുവരെ പാടാത്ത? ആരെങ്കിലും പാടും? ഞാൻ പാടട്ടെ സർ. ആ, പഠിക്കൂ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ. ശരി സാർ, അടുത്ത സ്റ്റാൻസിന് മറ്റുള്ളവർ പാടിക്കോട്ടെ. താങ്ക് യു ആൾ. അടുത്ത സ്റ്റാൻസ് ആര് പാടും? കള്ളവുമില്ല ചതി. ഉലനൻ സാർ പാടൂ. ഇത് പാടിയില്ലെങ്കിൽ എന്ത് പാടാൻ അല്ലേ? പഠിക്കും. പാടിക്ക സാറേ, ഞങ്ങളല്ലേ കേൾക്കുന്നു. വേണ്ട സാർ, ഓർമ്മയില്ലാത്ത കഥകളൊന്നും പാടില്ല. ആദ്യം ഒരു പാടി. ഇല്ല, എനിക്ക് ലൈൻസ് അറിയില്ല സാർ. ശ്രീനി കാണത്തില്ല. നല്ലവരല്ലാതെ ഇല്ല പാരിൽ നല്ല മഴ പെയ്യും വേണ്ടുവോളം ആദികൾ വ്യാപിക്കുന്നില്ല ബാലമരണങ്ങളെങ്ങുമില്ല മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത മനോഹരമായ ഒരു പാട്ടാണ്. ജോസഫ് സാർ പാടും. ജോസഫ് സാറെ കേൾക്കുന്നുണ്ടോ? ഇതാണോ? പാടട്ടെ. തിരുവോണപ്പുലരിതൻ
തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കുന്നിന്നുച്ചിയിൽ പൊന്നയിൽ ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി ഓടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്നു കോമളബാലനാം ഓണക്കിളി 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അടുത്ത ആരെങ്കിലും പാടുന്നുണ്ടോ? കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടിപ്പാട്ടിൽ നൂപുരം കുലുങ്ങുന്നു പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു 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 തിരുവോണപ്പുലരിതൻ തിരുമുന്നിൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. നമ്മുടെ താങ്ക് യു സാർ, താങ്ക് യു. മനോഹർ. ആരാ ഇനി പാടുന്നുണ്ട്? ആരെങ്കിലും തിരുമുൽ കാഴ്ചയൊക്കെ വാങ്ങാൻ അർജുനൻ മാഷല്ലേ സംഗീതം? തിരുമറ്റത്ത് ആരെങ്കിലും വരുന്നിട്ടുണ്ടെങ്കിൽ പാടും. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? ഓടി നടക്കുന്നു ഓണക്കിളി 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 തിരുവോണപ്പുലരിതൻ തിരുമുല്ലി കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുനെല്ലും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. താങ്ക് യു. തിരുമേനി എഴുന്നള്ളും സമയമായി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എന്നാലോചിച്ച് നോക്കിയാൽ തിരുമേനി നമ്മുടെ രാജാവ് എഴുന്നള്ളേണ്ട സമയമായി. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി. ശ്രീകുമാര തമ്പിയുടെ എത്രാമത്തെ പാട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ വരുന്നത് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം എത്രയും ഉന്നതനായിട്ടുള്ള ഒരു കലാകാരനാണ്.
ഏത് പാട്ടെടുത്താലും ഇപ്പൊ ശോകഗാനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രേമഗാനം ആയിക്കോട്ടെ, ഉത്സവ ഗാനങ്ങളായിക്കോട്ടെ, ഓണപ്പാട്ടുകളായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇല്ലാതെ നമുക്ക് ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹവും അതുപോലെ തന്നെ എം കെ അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിയും ചേർന്നപ്പോഴാണ് ഈ ഒരു മനോഹര ഗാനം ഉണ്ടായത്. അതും തിരുവോണം എന്നുള്ളൊരു ചിത്രത്തിലെ ഗാനമാണ് ഇത് എന്നും എടുത്തു പറയേണ്ടത്. അപ്പൊ എം കെ അർജുനൻ ശ്രീകുമാരൻ തമ്പി കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ട്, ഇതിനൊക്കെ ഒരുപാട് മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പിറന്നിട്ടുണ്ട്. അപ്പൊ ഇത് എടുത്തു പറയാനൊരു കാര്യം, ഇത് വാണിജ്യരമാണ് പാടിയിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ്, മറ്റുള്ള പാട്ടുകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് വാണിജ്യറാമിന്റെ ശൈലി. ബോംബെയിൽ നിന്നുള്ള ഒരു ഗായികയാണ് വാണിജ്യറാം. അപ്പൊ ആ വാണിജ്യറാമിന് പക്ഷെ വേണ്ടത്ര പരിഗണനയോ അവസരമോ മലയാളം നൽകില്ല എന്നുള്ളൊരു പരാതി കൂടി അദ്ദേഹത്തിനുണ്ട്. കാരണം ക്ലാസിക്കിലൊക്കെ വളരെ നന്നായിട്ട് പാടുന്ന ഒരു പാട്ടുകാരിയാണ് വാണിജ്യറാം എന്നുള്ളത്. വളരെ പപ്പീഹര എന്നുള്ള ഹിന്ദിയിലെ പ്രശസ്തമായിട്ടുള്ള സെമി ക്ലാസിക് ഗാനമൊക്കെ മനോഹരമായിട്ടുള്ള പാടിയിട്ടുള്ള ആളാണ് വാണിജ്യറാം. വാണിജ്യറാമിന്റെ ഈ പാട്ട് ആലോചിക്കുമ്പോൾ ശരിക്കും വാണിജ്യറാമിന്റെ ആ സ്വരം കൂടി നമ്മുടെ മനസ്സിൽ വരും. എന്തായാലും എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ഈ പാട്ട് പാടി. താങ്ക് യു. ട്രഡീഷണൽ സോങ് എന്നായി. ഈ പാട്ട് പറ്റുമോ? പഴയ പാട്ടാ. ചൊല്ലി നോക്കട്ടെ. ആ പാടും. കേൾക്കുന്നില്ല, ഒച്ച പാടി. കൂട്ടാൻ പോരാൻ പൂക്കളം തീർക്കാൻ ഓടിവാ തുമ്പി പൂത്തുമ്പി താത്തേ. അന്നം പൂക്കിലയൂഞ്ഞാലാടാൻ പൂമാല പെണ്ണിനെ പൂക്കൊണ്ടു മൂടാൻ ആടിവാ തുമ്പി പെൺതുമ്പി താത്തേ. ആലാത്തൂഞ്ഞാലിലാടിപ്പറന്നു ചെന്നങ്ങോട്ടൊന്നടിച്ചിങ്ങോട്ടൊന്നടിച്ചാദ്യം തൊടുന്നു ആകാശക്കനിയാർക്ക്. ആലാത്തൂഞ്ഞാലിലാടിപ്പറക്കുമ്പോൾ അങ്ങേ തോളിന്മേൽ ഇങ്ങേ തോളിന്മേൽ അല്ലിക്കിളക്കളം കമ്മാനപ്പഴമാർക്ക്. ഇയാൾക്ക് ഇയാൾക്ക് ഇയാൾക്ക്. ആ പൂ പൂത്തതും ഉണ്ണി വിരിഞ്ഞതും ഞെട്ട് കറുത്തതും അങ്ങേ കണ്ടിട്ട് ഇയാൾക്ക് ഇയാൾക്ക്. ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ പൂക്കണ്ണി കോരാൻ പൂക്കളം തീർക്കാൻ ഓടിവാ തുമ്പി പൂത്തുമ്പി താത്തേ. അന്നം പൂക്കില ഊഞ്ഞാലാടാൻ പൂമാല പെണ്ണിനെ പൂക്കൊണ്ടു മൂടാൻ ആടിവാ തുമ്പി പെൺതുമ്പി താത്തേ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. നല്ലൊരു പാട്ടായിരുന്നു ഇത്. ആ ഓർമ്മയിൽ കൊണ്ടുവന്നതിന് നന്ദി. കാരണം ഇത് പാട്ട് അതിന്റെ ട്യൂൺ അറിയില്ലായിരുന്നു. ട്യൂൺ ഇപ്പോഴാണ് ഓർമ്മയിൽ വന്നത്. ലിറിക്സ് നമുക്കറിയില്ല, പക്ഷെ ട്യൂൺ അറിയാമായിരുന്നു. അപ്പൊ ആ ട്യൂൺ പാടി ആ പാട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും ഓർമ്മയിൽ കൊണ്ടുവന്ന് പാടിയതിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. നന്നായിരുന്നു. ഷാമു സാറേ, നമുക്ക് പൊന്നോണം വന്ന് പൂപ്പട്ട് വിരിക്കുമി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അടിപൊളി പാട്ട്, പാടിക്കോ. അതൊന്ന് പൊന്നോണം വന്നു പഠിക്കോട്ടെ. പൊന്നോണം ആൽബണ്. ഗാനോത്സവത്തിലെ ONVയുടെ ആണ്. പൊന്നോണം വന്നു പൂപ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞീ തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി
വന്നു നിൽക്കുന്നു നമ്മൾ, ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. മാവിന്റെ ചില്ലയിൽ തുള്ളിച്ചിരിക്കുന്ന പൂവാലനണ്ണാനെ നില്ല് നില്ല്, താഴോട്ടെനിക്കൊരു ചക്കര മാമ്പഴം തായോ എന്നരുമയായി കൊഞ്ചുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ. ആനവാൽ മോതിരം മോഹിച്ചു കോവിലിൽ ആനതൻ പിൻപേ നടക്കുന്നു. ആയത്തിലാടുന്നോരു ഞാലിൽ ഭൂമിയും ആകാശവും തൊട്ടു മാറുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ. ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ, ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. ഒന്നും അറിയാത്ത പിഞ്ചോമനകളായി, അതൊന്ന് സാറ് വിശദീകരിക്കും. ഷാബു സാറ് നിഷ്കളങ്കതയായിരിക്കും പറയുന്നത് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ONV യുടെ അതിന് ഞാൻ ഒരു വാക്ക് നോക്കിയിട്ടാണ് അത് ആ പാട്ട് ONV എന്ന് തരുന്നത്. നില്ല് നില്ല്, ഇങ്ങനത്തെ ഒരേ പ്രയോഗങ്ങൾ ഉണ്ട് അവരുടെയൊക്കെ. നില്ല് നില്ല്, ചില്ല് ചില്ല് എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്ക് കേട്ട് മനസ്സിലായി ഇത് ONV ആണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളും കാര്യങ്ങളും അത്രയും മനോഹരമാണ്. കുറച്ച് ഇതായിരിക്കും, നമ്മൾ പി ഭാസ്കരൻ പോലെ മാഷിനെ പോലെ ലളിതമായിട്ടായിരിക്കില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വരികളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതൊരു അത്ഭുത ലോകമായിരിക്കും. പി ഭാസ്കരൻ മാഷിനെ പറ്റിയും അല്ലെങ്കിൽ ONV യെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പി ഭാസ്കരൻ മാഷ് നിളയുടെ സൗന്ദര്യമാണെങ്കിൽ പെരിയാറിന്റെ എന്താണ് ആ ഗംഭീരമാണ് ONV എന്ന് അല്ലെങ്കിൽ വയലാർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ രീതിയിലാണ് അവരെ കുറിച്ച് പറയുന്നത്. ഈ ഒരേ ഒരു വാക്ക് നില്ല് നില്ല് എന്ന് കേട്ടപ്പോൾ മനസ്സിലായി അത് ONV യുടെ ഒരു പ്രയോഗമാണ്. വളരെ നല്ല, ഇത് മറന്ന് ഇരുന്ന പാട്ടാണ് സാർ അത്, ജോഷി സാർ. അത് ഓർമ്മയിൽ കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക്സ്. പണ്ടൊക്കെ എല്ലാവരും ഈ നേരത്തെ പറഞ്ഞല്ലോ, സാറ് പറഞ്ഞല്ലോ, ഈ ക്ലബിന്റെ ഒക്കെ വാർഷികത്തിലൊക്കെ എപ്പോഴും പാടുന്ന ഒരു പാട്ട് കൂടിയാണത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അന്നൊക്കെ ഈ സിനിമ പാട്ടുകളെക്കാട്ട് ഉപരി ഇത്തരം ആൽബങ്ങളിലത്തെ പാട്ടുകളാണ് പാടിയത്. അതിലെ ഏറ്റവും മുന്തിയിൽ നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു ഈ പാട്ട് എന്ന് പറയുന്നത്. താങ്ക് യു. ഓക്കെ, വേറെ ഇനി പാട്ടുകൾ? സമയം ഇന്നുണ്ടല്ലോ. ഇനി സാറിന്റെ കിസ് ആരംഭിച്ചോ? സാറേ പറയും. വിദ്യാരാം മാസ്റ്റർ തന്നെ ഇപ്പം മക്കള് കാത്തു നിൽക്കുന്നല്ലേ പറഞ്ഞത്. അതുപോലെ പണക്കാരായാലും പാവപ്പെട്ടവരായാലും അച്ഛനെ എല്ലാം പിന്നെ എന്താ പറയണ്ടേ, വൃദ്ധസ്ഥാനത്തിലെല്ലാം കൊണ്ടുവിടുന്നുണ്ടല്ലോ സാറേ. അങ്ങനെ കൊണ്ടുവിടുമ്പം അവര് കൊണ്ടുവിട്ടിട്ട് ഓണത്തിന് ഒന്ന് വീട്ടിലേക്ക് പോവാന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവർക്ക് നല്ല ടൂറ് പോകാനുണ്ടാവും, പിന്നെ കാറിൽ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അച്ഛന്റെ ആഗ്രഹത്തിന്റെ ഒരു പാട്ട് പാടാമോ? സമയം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പിൻവലിക്കാം. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻ പൈതലേ, എല്ലാവരും ചേർന്ന് സദ്യയുണ്ണും നേരം അച്ഛനെ കൂടി വിളിച്ചിടുമോ? വീടിന്റെ മുറ്റത്തൻ പേരമക്കൾ ഇടും പൂക്കളം കാണുവാൻ മോഹമുണ്ട് അച്ഛനെ, പൂക്കളം കാണുവാൻ മോഹമുണ്ട്. ഒന്നുമുണ്ടാക്കില്ല ഇപ്പോഴെല്ലാവരും സദ്യ വരുത്തുകയല്ലേ, എന്നാലും വേണ്ടിയില്ല മക്കളോടൊപ്പം
എന്തു കഴിച്ചാലും അമൃതല്ലേ. ഈ വൃദ്ധസദനത്തിലുള്ളവർക്കൊക്കെയും ഓണത്തിനോണുന്നുണ്ടെന്നാലും നീ ഒറ്റക്കനിയല്ലേ എല്ലാവർക്കുമൊപ്പം ഒരു ദിനമച്ഛനും വന്നോട്ടെ. ഒരു ദിനമച്ഛനും വന്നോട്ടെ. ഞാനെന്തു ചെയ്തു വീടിനു കാവലായി എന്നും ഒതുങ്ങിയതല്ലേ. പേരക്കിടാങ്ങൾക്കായി ഒരു കഥ ചൊല്ലുവാൻ മുത്തമൊന്നേകാൻ കൊതിയില്ലേ. എല്ലാം കാണുന്നോരൻ പേരക്കുട്ടികൾ തനിയാവർത്തനം ചെയ്യരുതേ. അപ്പാപ്പനായി കുത്തും പാളയെ നാളെ നിങ്ങൾക്കായി കരുതാതിരിക്കട്ടെ. നാളെ നിങ്ങൾക്കായി കരുതാതിരിക്കട്ടെ. ഓണത്തിനെങ്കിലും നീ വരുമോ എന്നോമൽ പൊൻ പൈതലേ. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഓണത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയൂ. നമുക്ക് പാട്ടുകളൊക്കെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓണശീലുകൾ, ഓണത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഷാബു സാർ അൺമ്യൂട്ട് ചെയ്യൂ, കേൾക്കുന്നില്ല. യെസ് യെസ്. അപ്പൊ ഓണപ്പൂവിനെ കുറിച്ച് ഒരുപാട് പേരുകൾ പാടി, പാട്ടൊക്കെ പാടി, പൂ പറിക്കാൻ പോരുന്നു, അതൊക്കെ ചോദിച്ചു. ഏതാണ് ഈ ഓണപ്പൂവ്? എന്താണ് ഓണപ്പൂവ്? തുമ്പ. തുമ്പ ഒന്ന് പറയൂ. യെസ്, കാശിത്തുമ്പ പൂ തന്നെയാണ് ഓണപ്പൂവ് എന്ന് പറയാം. മുക്കുറ്റി. അപ്പൊ സാബു സാറ് കുറെ കിസ്. ഏതാ? മുക്കുറ്റി. ഇല്ലില്ല, മുക്കുറ്റിയൊന്നും ഇല്ല. അതൊക്കെ ദശപുഷ്പങ്ങളിൽ വരുന്ന മുക്കുറ്റിയൊക്കെ. ദശപുഷ്പങ്ങളിൽ മുക്കുറ്റി ഉണ്ട്, പക്ഷെ ഓണപ്പൂവ് എന്ന് പറഞ്ഞാൽ അത് കാശിത്തുമ്പ. അത് തന്നെയാണ് കേട്ടോ. ഓണം ഒരു ദേശീയ ഉത്സവമായിട്ട് എന്നാണ് പ്രഖ്യാപിച്ചത്? 1961. വെരി ഗുഡ്. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താ? മഹാബലിയുടെ യഥാർത്ഥ പേര് നമുക്ക് ഇതൊന്ന് വായിച്ചുവിടാം സാർ, ഇതൊന്ന് വായിച്ചുവിടാം. ഓണം വരവറിയിക്കുന്ന തെയ്യം, ഓണപ്പൊട്ടൻ. കാണണോ? ഓണപ്പൊട്ടനെ കാണണോ? കാണിച്ചു കൊടുത്തേ. ഓണപ്പൊട്ടനെ കണ്ടിട്ടുണ്ടോ? കാണിച്ചു കൊടുത്തേ. ഞങ്ങളെ തന്നെയാണല്ലോ കാണുന്നത്. ഇല്ല, വെയിറ്റ് ചെയ്യും. നമ്മളെ തന്നെയാണോ സംശയം. അല്ല ഒരു കണ്ടോ? ഇതാണ് ഓണപ്പൊട്ടൻ. കാണാലോ അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, പക്ഷെ വടക്ക് ഭാഗത്ത് അല്ലെ, വടക്കോട്ട് ഇഷ്ടംപോലെ ഓണത്തിന് മുമ്പ് അവര് കൃത്യമായി കാണിക്കയൊക്കെ മേടിക്കാൻ പറ്റില്ലേ? കാണിക്കതിന്റെ ഒന്ന് പറയൂ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ. എന്താണ് ഓണപ്പൊട്ടൻ? കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലാണ്. രമാവതി മാഡത്തിന് അറിയായിരിക്കും സാറേ. അത് ഓണത്തിന് അറിയിച്ചും കൊണ്ട് ഓണത്തിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വരുന്നതാണ് സാർ. എന്നിട്ട് അവരിങ്ങനെ കളത്തിൽ ഇങ്ങനെ ആടിയിട്ട് പോകും, പൈസ മേടിച്ചിട്ട്. വീടുകൾ തോറും വരും അല്ലേ? വീടുകൾ എല്ലാ വീട്ടിലും വരും സാറേ. ഞാൻ നമ്മളുടെ ഒരു കൂട്ടുകാരന്റെ അടുത്ത് ഓണപ്പൊട്ടൻ നിൽക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ പറയണം ആരാണെന്ന്. കൂട്ടുകാരൻ ആരാന്ന് പറയണേ. ഒറ്റ സെക്കൻഡ്. ഈ കൂട്ടുകാരനെ അറിയോ? കണ്ടില്ല.
കാണാവോ? ആ ഉണ്ട്. അറിയാവോ ഈ ആ, കൂട്ടുകാരനെ? ഞാൻ വിചാരിച്ച ആള് തന്നെ. ആ ജോബി സാറല്ലേ? ജ്യോതികുമാർ അല്ലല്ല, ജ്യോതികുമാർ ജ്യോതി. സാറിന്റെ വീട്ടില് ജ്യോതി സാർ, ജ്യോതികുമാർ, കണ്ണൂർ. സാറിന്റെ കണ്ണൂര്. ഫാദർ ഇൻ ലോ ആണത് കേട്ടോ. അടുത്ത് നിൽക്കുന്ന. സാറ് വന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് റൈറ്റ്. ഓണപ്പട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി പറയൂ, അടുത്ത് പറയും. വേറെ ഏതെങ്കിലും ഓണം വിശേഷം? മാവേലിയുടെ പേര് പറഞ്ഞു. മാവേലിയുടെ പേര് പറഞ്ഞില്ല. മാവേലിയുടെ പേര് പുരുഷോത്തമൻ. നല്ല പുരുഷനാണ്. പുരുഷോത്തമനാണ്, പക്ഷേ മാവേലിയുടെ പേര് അതല്ല. മാവേലിയുടെ പേര് യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ. പായസങ്ങളുടെ അദ്ദേഹത്തിന് രാജാവാരാണ്? ഇന്ദ്രസേനൻ അല്ലേ? പായസങ്ങളുടെ രാജാവാരാണ്? ആരുടെ? പായസങ്ങളുടെ രാജാവ്. പായസങ്ങളുടെ രാജാവാ? പാൽപ്പായസം. പ്രഥമനാ? അടപ്രഥമൻ. 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 കാരണം അന്ന് പാലടി ഒന്നും ഉണ്ടായിട്ടില്ല. ഓണത്തപ്പൻ ആരാണ്? മഹാബലി. ഓണത്തപ്പൻ ഓണത്തപ്പൻ നമ്മുടെ ആള് ആരാണ്? തന്നെ. തൃക്കാക്കര. ആരാണത്? ഓണത്തപ്പൻ ആരാണ്? വിഷ്ണു, മഹാവിഷ്ണു. വേറൊരു പേരിൽ അറിയപ്പെടുന്നേ? തൃക്കാക്കരപ്പൻ. വാമനൻ വാമനൻ അല്ലേ? അതെ അതെ, ശരിയാ. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം ഏതാ? അതാണ് ഇപ്പൊ പറഞ്ഞത്, തൃക്കാക്കര. യെസ്. മാവേലിയുടെ സുന്ദരിയായിട്ടുള്ള ഭാര്യയുടെ പേരെന്താ? അത് വലിയ ചോദ്യമായിക്കോട്ടെ. ഭാര്യ ഉണ്ട് മാവേലിക്ക്. അറിയില്ല, പറയൂ. വിന്ധ്യാവലി. ഇന്ത്യാവലി. വിന്ധ്യാവലി. മാവേലിയുടെ ഭാര്യയുടെ പേര്. അതെ അതെ. ഓണത്തിന്റെ മാവേലിക്ക് പുത്രനുണ്ട്. പുത്രന്റെ പേരെന്താ? ബാണാസുര സാഗർ. യെസ് യെസ്, കറക്റ്റ്. ഗൂഗിള് നോക്കാൻ അവിടെ ഇരുന്ന്. അണക്കെട്ടല്ലേ? അണക്കെട്ട്. ബാണാസുര സാഗർ അത് അണക്കെട്ട് മാവേലിയുടെ മകനാ. വയനാട്ടില്. അതെ അതെ അതെ. ഈ മാവേലിയുടെ ഓണത്തിന്റെ തലേന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു യാത്രക്ക് പേര് പറയും. ഉത്രാടപ്പാച്ചിൽ. പിള്ളേരുടെ ഓണം എന്നാണ്. പിള്ളേരുടെ ഓണം കർക്കിടക മാസത്തിലാണ്. മൂലം. 28 ദിവസം മുമ്പേ. കർക്കിടകത്തിലെ തിരുവോണത്തിന്റെ അന്ന്. ഓക്കെ, ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പറയൂ. ഏറ്റവും വലിയ പൂക്കളം എന്നല്ല? ഏറ്റവും വലിയ പൂക്കളം എന്നാണ് ഇടുന്നത്? തിരുവോണത്തിന്റെ അല്ലല്ല. അത്തം. ഉത്രാടം. യെസ്. ഉത്രാടത്തോടെ പൂക്കളം കഴിഞ്ഞു. ഇപ്പൊ ഓണം കഴിഞ്ഞു അല്ലെ? അതെ അതെ. ഈ വർഷം നേരത്തെ ഓണം കഴിഞ്ഞു. കാരണം 17-ാം തീയതി ആകുമ്പോഴേക്കും കന്നിമാസത്തിലായല്ലോ. അപ്പൊ അതുകൊണ്ട് ഓണവും നേരത്തെ ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞു. അപ്പൊ ഈ ഓണമൊക്കെ നേരത്തെ കാര്യങ്ങൾ. ആകുമ്പോഴത്തേക്കും ഷാബു സാറിന്റെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ നേരത്തെ വരും? അതെ അതെ, അത് നാളെ നോക്കുമ്പോ അതല്ലേ വരിക. ഡേറ്റ് അല്ലേ? അതായത് ഡേറ്റ് അല്ല, ഇല്ല. മലയാളം നോക്കിയാലും ഡേറ്റ് അല്ല, നാള് ഡേറ്റ് അല്ല. ശരിയല്ലേ? ഞങ്ങളൊക്കെ ഡേറ്റാ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഡേറ്റ്. പ്രസാദ് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. പ്രസാദ് സാർ പാട്ട് പാടിയായിരുന്നു. ഒരു പാട്ട് പാടിയായിരുന്നു. സാർ കുറെ നാളായി കണ്ടിട്ട്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓണം സന്ദേശം തരും. അതെ അതെ. മസ്കറ്റിലോ ഒമാനിലിരുന്ന് ഓണത്തിനെ കുറിച്ച് പറയും. ഞാനിവിടെ ഇച്ചിരി പണിയിലായിരുന്നു സാറ്. ഞാൻ ഒരു പാട്ട് പാടിയിട്ടും കൂടെ പോകുന്നു. തിരുവോണത്തിന് അന്നും പണിയാണോ? വൈകുന്നേരം ഇച്ചിരി പരിപാടികളുണ്ട്. എന്നും ഓണത്തിനായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില് പരിപാടി. ഓക്കെ, എന്നാണ്ട് വിശേഷമൊക്കെ? എങ്ങനെയുണ്ട് വിദേശത്തെ ഓണം? വിദേശത്ത് ഓണം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് കണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഉച്ചക്ക് ഊണ് കിട്ടി, ഇന്നും ഉണ്ടായിരുന്നു ഊണ്. അങ്ങനെ ഊണൊക്കെ നല്ല ഉഷാറായിട്ട് പോണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞപ്പോ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പഴയ പാട്ട്. അതില് ഓണത്തെ പറ്റിയിട്ട് ഇങ്ങനെ അതായത് ഓണപ്പൂ വിരിക്കാൻ പോലും
ഇടമില്ലാത്ത അതെ പാവങ്ങളെ അതെ അതെ പറ്റിയിട്ട്. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട് സാറേ, അത് 1958 ഇറങ്ങിയതാണ്. ഞാനൊന്നും ഇല്ല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ളതാണ്. സിനിമയുടെ പേര് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കണ്ണീര്, അത് തന്നെയാണ് അത്. കേട്ടിട്ടുണ്ട്. തിങ്കളിൽ എന്താണ് ഓരിരം കയ്യുമായ, അങ്ങനെയല്ലല്ലോ, എന്താണ് പാട്ട്? അല്ല കേട്ടിട്ടുണ്ട്. നല്ല നല്ല correct പാട്ടാണ് അറിയില്ല. സാറേ, അതിന്റെ വരികൾ ഓർമ്മയില്ല. ഓമന തിങ്കളിൽ ഓണം പിറന്നാലും ഉണ്ണി ഓമന തിങ്കളിൽ ഓണം തോന്നുന്നു. ഓമന തിങ്കൾ. താമര കുമ്പിളിൽ പനിനീര്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും, അങ്ങനെയല്ലേ? മണ്ണിലൂരു കുമ്പിളിൽ കണ്ണീര്. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കടകത്തിൽ കരിങ്കാടി, കർക്കിടകത്തിൽ കരിങ്കാടി, ഒന്നുറങ്ങും പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങും. താങ്ക് യു സാർ. നല്ല പാട്ടാണത്. വൈകിട്ട് കഴിക്കാനൊന്നുമില്ല, അതുകൊണ്ട് തുലാഭാരത്തിലെ പാട്ടാണ്. കരിക്കാടി ആയതുകൊണ്ട് ഒന്നുമില്ല, വൈകിട്ട് ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് കിടന്ന് ഉറങ്ങിക്കോളാനാണ് ഈ പറയുന്നത്. വൈശാഖ പൗർണമി. ആ പാട്ട് ഓർമ്മിച്ചതിന് പരിസര സാറിന് നന്ദി. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. വേറെ ഇനി എന്തെങ്കിലും ഫൈനൽ? ആരാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇന്നത്തെ ഓണാഘോഷത്തെ കുറിച്ച്? ഒരു വാക്ക്. സാബു സാറേ, അതുപോലെ ഓണത്തിന്റെ സാരംഗീരവം 2024 എന്റെ ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതെല്ലാരും കാണണമെന്ന്. സാരംഗീരവൻ 2024 എന്നുള്ള ഒരു ഓണപ്പാട്ടിന്റെ ആൽബത്തില് ഇന്നത് റിലീസായി, യൂട്യൂബിലൊക്കെ കിട്ടും. സാരംഗീരവൻ 2024 ആ പാട്ടാൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക കേട്ടോ, ഗ്രൂപ്പിൽ ലിങ്ക്. സാർ ഇട്ടാ മതി, സാറിന് ഞാൻ അയച്ചെടുക്കാം. ശരി, താങ്ക് യു സാർ. ഷാബു സാറ് കൺക്ലൂഡ് ചെയ്യല്ലേ? ഷാബു സാർ കൺക്ലൂഡ് ചെയ്തോ? ഓക്കെ. സോ എല്ലാവർക്കും വളരെ സന്തോഷം. ഷാബു സാർ എന്നെ അപേക്ഷിച്ചോ? ഷാബു സാറേ പറയൂ, കൺക്ലൂഡ് ചെയ്തോ, സാറ് പറഞ്ഞു. ഇല്ല, സാറിനാണ് നറുക്ക് വീണിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇത്തിരി തിരക്കിലായതുകൊണ്ട് പാട്ടുകൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പെട്ടെന്ന് ഈ വന്ന ഓർമ്മയിൽ നിന്നെടുത്ത കുറച്ച് പാട്ടുകളാണ് പാടിയത്. പക്ഷെ പങ്കെടുത്ത എല്ലാവരും പല പല ഗാനങ്ങൾ മനോഹരമായി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ അവസാനം ഈ പറഞ്ഞ സാറായാലും ഈ പാട്ടുകളൊക്കെ നമ്മൾ മറന്നു കിടക്കായിരുന്നു. അവിടെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളാണ്. പക്ഷെ ആരെങ്കിലും പാടുമ്പോഴാണ് അയ്യോ ഇതും നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നല്ലോ എന്നുള്ളൊരു പാട്ട്. കാരണം നമ്മളൊരു എത്ര പാട്ട് തിരഞ്ഞെടുത്താലും ഒരു പാട്ടിനെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത വിധം മലയാള ഗാനശാഖ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മളോട് ഓണത്തിന് ഒരു 10 പാട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പാട്ട് തിരഞ്ഞെടുത്തിട്ട് അയ്യോ ആ പാട്ട് എനിക്ക് ഇഷ്ടമാണല്ലോ, അതും എന്റെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്ന പാട്ടാണല്ലോ. അത് ഓരോരുത്തരിങ്ങനെ ആ പാടി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞ പാട്ടുകളാണ്. എന്തായാലും ഈ തിരുവോണ ദിവസത്തിൽ ഇത്രയും സമയം പാട്ടുകളെ കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് മനോഹരമായി പാടി അവതരിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിന് പ്ലാറ്റ്ഫോം ഒരുക്കിയ സാബു സാറിനോട് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് നൽകുന്നു. തീർച്ചയായിട്ടും ഗാനസല്ലാപത്തിൽ കൂടെ നമുക്ക് ഈ പാട്ട് വർത്താനത്തിൽ കൂടെ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കുവാനുണ്ട്. അപ്പൊ ഇതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പാർട്ടിസിപ്പേഷനും പാട്ടും ഗാനവും എല്ലാം കൂടി നമുക്ക് ഇനിയും വരുന്ന ആളുകളിൽ ഈ അടിച്ചു പൊളിക്കാം. അപ്പൊ അതിനെന്തായാലും ഈ ഒരു അവസരം നൽകിയ സാബു സാറിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.
അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഒന്നും ഞായറാഴ്ച നോക്കാതെ വന്നിട്ട് തന്നെ ഇവിടെ ഈ പരിവാക്കി. അതെ, ഞാൻ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് നേരെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാ. ആ ജോസഫ് സാറിന്റെ മകൻ ഹോസ്പിറ്റൽ, അതുകൊണ്ട് മോന് 2-3 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലാണ്. സാറിന് തിരക്കായി പോയി. ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പക്ഷെ ഞാൻ പ്രത്യേകം നോക്കിയതായിരുന്നു സാറേ, പ്രാർത്ഥിക്കാം. ഇന്നിവിടെ സാബു സാർ എന്താണ് എല്ലാരും ഓണത്തിന്റെ ഇതിനോടുള്ള പരിപാടി ഇഷ്ടം എന്ന്. കൊണ്ട് വരുന്നതാണ് സാറേ. തീർച്ചയായും ശരിക്കും ഞാൻ അതെ. കടയില് എന്താണ് ഓണത്തിന്റെ എന്റെ മോന്റെ പരിപാടി? ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. കടപ്പുറത്ത് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുന്ന കരഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവിട്ടിട്ട് അവരിപ്പോ വന്നിട്ട് അമ്മ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടെ ഓഫ് ചെയ്യുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാനും. ഓക്കെ, ബർസ സാർ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞു പറയൂ. ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തു, ഇന്നിപ്പോ ഓണമായിട്ട് എന്തായിരിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിലത്തെ പരിപാടി എന്നിങ്ങനെ അറിയാമെന്ന് ഓർത്തുകൊണ്ട് നോക്കണം. അപ്പോഴാണ് ഞാൻ ഇതിപ്പോ ഇതിനെ കേട്ടപ്പോ നമ്മുടെ പഴയൊരു പാട്ടുണ്ട്, തുമ്പപ്പൂ പെയ്യണ് പൂനിലാവേ. അതില് ലാസ്റ്റ് 2 വരികളുണ്ട്. അതായത് നമ്മൾ പലയിടത്താണല്ലോ ഇരിക്കുന്നത്, പലയിടത്ത് ഇരുന്നാലും നമ്മൾ ഓണം ആഘോഷിക്കണം. അപ്പം അതിലുണ്ട്, എങ്ങെങ്ങിരുന്നാലും എന്തെല്ലാം വന്നാലും എന്നാലും ഒന്നാണു നമ്മളൊന്ന്, നമ്മളെല്ലാം മറന്നു കളിക്കുമെന്ന്. അപ്പൊ നമ്മളെല്ലാം എല്ലാം മറന്നിട്ട് എവിടെയൊക്കെ ഇരുന്നാലും നമ്മൾ ഓണം ആഘോഷിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാരും കേട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞായറാഴ്ച ഒന്നുണ്ടെങ്കിൽ 7 മണി ഒന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എല്ലാ ഞായറാഴ്ചകളെയും പാട്ടിന് വിശേഷത്തിനായി മാറ്റിവെക്കാം. അടുത്ത ഞായറാഴ്ചയും കാണാം. തീർച്ചയായും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണം. എല്ലാം ഓണം കഴിഞ്ഞെങ്കിലും ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കഥയാ പറഞ്ഞു ഓണത്തിന് മൊത്തം. കഴിഞ്ഞ ആഴ്ച മറ്റൊരു രീതിയിലായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ സി യു, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വൺസ് അഗൈൻ.